വെൽക്കം ബാക്ക് ടു നൈസ് ട്രേഡ്. ദിസ് ഈസ് നിയാസ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മളുടെ ഗാമ ബ്ലാസ്റ്റ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഇൻഡിക്കേറ്റർ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിന്നിലുള്ള ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ വിക്സും അതുപോലെ തന്നെ മൊമൻറ്റോ ഒക്കെ നോക്കിയിട്ട് അത് സ്റ്റോക്കിലും അതുപോലെ ഇൻഡെക്സിലും ഓപ്ഷനിലും എങ്ങനെയാണ് അത് ഒരു ബ്ലാസ്റ്റ്, അതായത് ഗാമ എഫക്റ്റ് ബ്ലാസ്റ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു തിയറിയിലാണ് നമ്മളത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ വിക്സും ഇന്ത്യ വിക്സും അതുപോലെ തന്നെ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ഒക്കെ തമ്മിലുള്ള കൊറിലേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മാത്തമാറ്റിക്കൽ ഫോർമുല ഡെവലപ്പ് ചെയ്തിട്ട് അതിനെ പൈൻ സ്ക്രിപ്റ്റിലൂടെ നമ്മുടെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് എപ്പോഴും ചെയ്യുന്നത് പോലെ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ അത് ഒരു ഇഫക്റ്റീവ്നെസ് കാണിക്കുന്നുണ്ട്, ഈവൻ സ്റ്റോക്കിലാണെങ്കിലും നിഫ്റ്റിയിലാണെങ്കിലും ഓപ്ഷനിലൊക്കെ ആണെങ്കിലും. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ അടുത്ത ഘട്ടത്തിൽ വരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു ഇതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കുറച്ച് തിരക്കിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ സാന്ദർഭികമായിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു യൂട്യൂബ് ക്രിയേറ്ററായിട്ട് തന്നെ ആരും കാണണ്ട, അല്ലെങ്കിൽ എന്താ പറയുക, എപ്പോഴും സ്റ്റോക്കിനെ കുറിച്ച് എപ്പോഴും മാർക്കറ്റിനെ കുറിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന് അങ്ങനെ എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ് പ്രോബ്ലം ഉണ്ടാകുന്നത്. എൻ്റെ ഏറ്റവും കൂടുതൽ സമയം ഞാൻ ചിലവഴിക്കുന്നത് റിസർച്ചിന് വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ ഇൻറ്റൻസീവായിട്ട് ചെയ്യുന്ന റിസർച്ചിൻ്റെ ഔട്ട്പുട്ടാണ് ഞാനിവിടെ സമയം കിട്ടുന്നത് പോലെ കൊണ്ടുവരുന്നത്. ഓക്കെ, സോ അത് ഞാൻ മാക്സിമം എനിക്ക് പറ്റുന്ന അത്രയും ജെന്യുയിനായിട്ട് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. സോ ആർക്കെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ ആം സോറി ടു ദം. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിഫ്റ്റിയുടെ ലെവൽസും മുൻപ് ഞാൻ നിഫ്റ്റി അനാലിസിസ് ചെയ്തതിൻ്റെ ബാക്കി പോലെയാണ് ചെയ്യുന്നത്. ലിക്വിഡിറ്റി അനാലിസിസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഗാമ ബ്ലാസ്റ്റ് എന്താണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു സെക്ഷൻ കൂടി പറയുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു വീക്കിലേക്ക് കുറച്ച് ബ്രേക്ക് ഔട്ട് ആയിട്ടുള്ള സ്റ്റോക്കുകളെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മളെ വാച്ച് ലിസ്റ്റിൽ വന്നിട്ടുള്ള മേജർ സ്റ്റോക്കുകളെ കുറിച്ചിട്ട് ഒന്ന് പറയുകയും ചെയ്യുകയാണ്. സോ ഐ വെൽക്കം യു ഓൾ ടു ദ മെയിൻ പാർട്ട് ഓഫ് ദി വീഡിയോ ആൻഡ് ലെറ്റ്സ് ഗോ ആൻഡ് അനലൈസ് നിഫ്റ്റി. അപ്പോൾ നിഫ്റ്റിയിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് വി ക്യാൻ സി ലൈക്ക് ഇവിടെയായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട്, അവിടുന്ന് സപ്പോർട്ട് എടുക്കാനാണ് സാധ്യത. ഇഫ് ഇറ്റ് ഈസ് എ കറക്ഷൻ, ഹെൽത്തി കറക്ഷൻ, നമുക്ക് ഇവിടെ നിന്ന് തന്നെ സപ്പോർട്ട് കിട്ടി ഓൾ ടൈം ഹൈയിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ഈ ഒരു റീസെൻറ്റ് ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഓൾ ടൈം ഹൈയിലേക്ക് പോകാനുള്ള, അല്ലെങ്കിൽ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ട് പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ജേണി നമുക്ക് കിട്ടും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു എന്താ പറയുക, റിവേഴ്സൽ സക്സസ്ഫുൾ ആയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ലിക്വിഡിറ്റി ലെൻസ് ഇവിടെ ഓൺ ചെയ്യുന്നുണ്ട്. അത് ഓൺ ചെയ്യുന്ന സമയത്ത് വി ക്യാൻ സി ഇവിടെയായിരുന്നു ഒരു ലിക്വിഡിറ്റി ഉണ്ടായിരുന്നത്. ആ ലിക്വിഡിറ്റിയിൽ ഒരു സപ്പോർട്ട് എടുത്തു. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒരു ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട് ലിക്വിഡിറ്റി ലെൻസ് യൂസ് ചെയ്യുന്ന ആളുകളോട്, ഫെയർ വാല്യൂ ലിക്വിഡിറ്റി, അതും പേർപ്പിൾ കളറിലുള്ള സോൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് കിട്ടും. ഇൻ കേസ് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സി എ ഫോളോ. സോ ഈ ഒരു കേസിൽ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ, അതായത് ഈ ഒരു ഏരിയയിലുള്ള ലിക്വിഡിറ്റി സപ്പോർട്ട് കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ അത് ഫോളോ ചെയ്തു. സോ അതുകൊണ്ട് അടുത്ത ഫെയർ വാല്യൂ ലിക്വിഡിറ്റിയിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ഫെയർ വാല്യൂ ലിക്വിഡിറ്റി മുൻപും, അതായത് മുന്നേ ഈ ഒരു ലിക്വിഡിറ്റിയിൽ നല്ല രീതിയിലൊരു സപ്പോർട്ട് എടുത്തിട്ടാണ് നിഫ്റ്റി നല്ല രീതിയിലൊരു കയറ്റം കയറിയിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ഈ ഒരു ഫെയർ വാല്യൂവിനെ നിഫ്റ്റി റെസ്പെക്റ്റ് ചെയ്യാൻ തന്നെയാണ് സാധ്യത എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു മൂവ്മെൻറ്റ് ഒരു റിവേഴ്സലിൻ്റെ ഒരു സ്റ്റാർട്ടായിട്ട് വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണ്. ഇനി അതല്ല, ഇനിയും നിഫ്റ്റി താഴെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഒരു നല്ലൊരു ഫെയർ വാല്യൂ തന്നെയാണിത്, ലിക്വിഡിറ്റി പൂളാണ്. അതായത് 25,000 എന്ന് പറയുന്ന ഈ ഒരു ഏരിയ, അപ്പോൾ 25,088 മുതൽ 25,000 എന്ന് പറയുന്ന ഈ ഒരു ഏരിയ വരെ നല്ലൊരു ലിക്വിഡിറ്റി കുഷ്യൻ നിഫ്റ്റിക്കുള്ളതാണ്. സോ ആ ഒരു ലിക്വിഡിറ്റി കുഷ്യൻ നിഫ്റ്റി ഇവിടുത്തെ പോലെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സി എ റിവേഴ്സൽ പാറ്റേൺ ഫ്രം ഹിയർ. അപ്പോൾ ആ റിവേഴ്സൽ എന്താ പറയുക, സക്സസ്ഫുൾ ആണോ അല്ലെങ്കിൽ ഇൻടാക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഒരു ചെറിയൊരു മൂവ്മെൻറ്റിൻ്റെ ഒരു സൂചന നമുക്ക് ഇന്ന് തന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആദ്യത്തെ ഒരു ടെസ്റ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് ഇതും ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ആയിരിക്കും. സോ ഈ ഒരു ഏരിയ വരെ 25,400 വരെ നല്ല രീതിയിലൊരു മൊമെൻറ്റം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം പിന്നെ അപ്പോഴത്തെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് നമുക്ക് നിഫ്റ്റിയെ വിലയിരുത്താൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം നിഫ്റ്റിയുടെ ഓൾ ടൈം, അല്ലെങ്കിൽ ലോങ് ടേം എന്ന് പറയുന്ന ഒരു ഇത് നമ്മളുടെ ലിക്വിഡിറ്റി ലെൻസിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന അനാലിസിസ് ആണ്. നമുക്കറിയാം നേരത്തെയൊക്കെ ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് നല്ല രീതിയിലൊരു കുഷ്യൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ കുഷ്യൻ ഒരുപാട് സമയം അത് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലിക്വിഡിറ്റി, ഇത് നോർമൽ ലിക്വിഡിറ്റി ആണെങ്കിൽ കൂടെ ഇതിനെ റെസ്പെക്ട് ചെയ്യുന്ന തരത്തിൽ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇത് റെസ്പെക്ട് ചെയ്തില്ല, പക്ഷേ ഈ ഒരു ഏരിയ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ളൊരു ഹാമർ ക്യാൻഡിൽ പോലെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളതാണ്. സോ ഇനി ഇവിടെയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഇവിടുത്തെ കുഷ്യനുള്ളൂ. പക്ഷേ ഇൻടാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഈസ് സ്റ്റിൽ ബുള്ളിഷ്. നമുക്ക് ഒരു നല്ല രീതിയിൽ ലോങ് ടേമിലേക്കൊക്കെ നല്ല സ്റ്റോക്ക് എടുക്കുന്ന ആളുകൾക്ക് എപ്പോഴും ഇതിൻ്റെ മേലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി കുഷ്യൻ്റെ മേലെ നിൽക്കുന്നിടത്തോളം നിഫ്റ്റി ഈസ് സേഫ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഡെയിലി ടൈം ഫ്രെയിം കൂടി ഇപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത് എന്നുള്ളതാണ്.
അപ്പോൾ ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇന്നത്തെ ഒരു മൂവ്മെൻറ്റ്? ഇന്നത്തെ മൂവ്മെൻറ്റ് നമ്മൾ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാനത്തേക്കാണ് നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഫെയർ വാല്യൂ ബ്രേക്കും ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ബൈ സിഗ്നലും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സോ നോർമലി ഇത്തരം സാഹചര്യങ്ങളിൽ അതൊരു റിവേഴ്സൽ പാറ്റേൺ ആയിട്ടാണ് നമുക്ക് കാണാറുള്ളത് ലിക്വിഡിറ്റി ലെൻസ് അനാലിസിസ് വെച്ചിട്ട്. അതിൻ്റെ കൂടെ തന്നെ ഗാമ ബ്ലാസ്റ്റിൻ്റെ ഇതാണ് ഗാമ ബ്ലാസ്റ്റ് ഇൻഡിക്കേറ്റർ. നൈസ് ട്രേഡ് ഗാമ ബ്ലാസ്റ്റ് ബുൾ ഓർ ബിയർ ബ്ലാസ്റ്റ് ഇൻഡിക്കേറ്റർ ആണിത്. സോ അത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലാസ്റ്റ് കാണിച്ചു തരും. ഒരു ECGയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ബ്ലാസ്റ്റാണ് ഇവിടെ ഉണ്ടാകുന്നത്. സോ അതെങ്ങനെ റീഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നമ്മുടെ പ്രീമിയം കോണ്ടന്റ് ആയിട്ട് കൊടുക്കുന്നതാണ്. പക്ഷേ നമുക്ക് ഇപ്പോൾ ഒരു അനാലിസിസ് എന്നുള്ള രീതിയിൽ ഞാനിതിനെ പരിചയപ്പെടുത്തുന്നതാണ്. മറ്റ് സ്റ്റോക്കുകളിലൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഗാമ ബ്ലാസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നിഫ്റ്റിയിൽ അതിനെ എന്താ പറയുക, ഇതിൻ്റെ വോളിയം കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് നിഫ്റ്റിയിൽ നമുക്ക് പെട്ടെന്ന് ഇത് കാണാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ അതിൻ്റെ സിഗ്നൽ നിഫ്റ്റിയിൽ വരില്ല. പക്ഷേ നിഫ്റ്റിയുടെ ഡെറിവേറ്റീവ്സ് അതിൽ നമുക്കത് കാണാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ എന്താ പറയുക ഓപ്ഷൻ ഇതിൽ ഓപ്ഷൻ്റെ ചാർട്ടിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സ്റ്റോക്കിൻ്റെ ചാർട്ടിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്കൊരു ഗ്രീൻ പില്ലേഴ്സ് അല്ലെങ്കിൽ റെഡ് പില്ലേഴ്സ് അങ്ങനെ ഫോം ചെയ്ത് വരികയാണ് ചെയ്യുക. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കറിയാം നിഫ്റ്റിയുടെ ഓപ്ഷനിൽ നമുക്ക് ആ ഡീറ്റെയിൽസ് നമ്മൾ നോക്കാറുണ്ട് എപ്പോഴും എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ 25 ഇപ്പോഴത്തെ സ്ട്രൈക്കിൻ്റെ അടുത്തുള്ള ഒരു സ്ട്രൈക്ക് എടുക്കുകയാണ്. ലിക്വിഡിറ്റി ലെൻസ് ഒന്ന് ഓൺ ചെയ്യണം. സോ കോൾ ഓപ്ഷൻ്റെ സ്ഥാനത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബുള്ളിഷ് എന്താ പറയുക ബുള്ളിഷ് ഗാമ ബ്ലാസ്റ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ മൊമെൻറ്റം ബ്ലാസ്റ്റ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ഞാൻ ആ ഒരു റിവേഴ്സൽ ആണോ എന്ന് നോക്കണം എന്നുള്ളത് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്. ബിക്കോസ് ഇവിടെ ഈ ഒരു ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ 25,100ൻ്റെ ഹൈ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലൊരു മൊമെൻറ്റം കാണാൻ പറ്റുന്നതാണ്. അപ്പം ഈ ബിയറിഷ് ബ്ലാസ്റ്റ് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ബിയറിഷ് ബ്ലാസ്റ്റ് ഇവിടെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. സോ ആ ബ്ലാസ്റ്റ് നേരത്തെ നമുക്കിവിടെ കണ്ടിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു ഏരിയ മുതൽ തന്നെ നമുക്ക് ഫസ്റ്റ് ബ്ലാസ്റ്റ് ക്യാൻഡിൽ ഇവിടെ വന്നിട്ടുണ്ട്, ഫസ്റ്റ് ടവർ. ആ ടവറിൻ്റെ സ്വിങ് ബ്രേക്ക് ചെയ്തോട് കൂടിയാണ് നമുക്ക് നിഫ്റ്റിയിൽ നല്ല രീതിയിൽ ആ കോൾ ഓപ്ഷനിൽ വലിയൊരു ഫോൾ കാണാൻ വേണ്ടി പറ്റിയത്. സോ എവിടെയാണോ ബ്ലാസ്റ്റ് സംഭവിക്കുന്നത് അതിൻ്റെ അടിവേര് മുതൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു മൂവ്മെൻ്റ് ആണ് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് റിസർച്ചും കാര്യങ്ങളും ചെയ്തിട്ട് റിസർച്ച് പേപ്പേഴ്സൊക്കെ റെഫർ ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 5 മിനിറ്റിൽ നമുക്കൊരു ഇത് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനെ നമുക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കൊരു ബുള്ളിഷ് മൊമെൻറ്റം കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തേക്ക് പറയാൻ വേണ്ടി പറ്റുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ബുള്ളിഷ് സിമ്പൽ നമുക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമ്മളിനി ബിയറിഷ് സൈഡിൽ നിന്നോ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്കതിനെ നമുക്കറിയാം പുട്ട് ഓപ്ഷൻ സെൽ ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുക, സെൽ ചെയ്യുമ്പോഴാണ് ബുള്ളിഷ് മൂവ്മെന്റ് ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയാം. പുട്ട് ഓപ്ഷൻ സെല്ലേഴ്സ് ആണ് മാർക്കറ്റിനെ മേലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം പുട്ട് ഓപ്ഷൻ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് നമുക്കിതുപോലെ റെഡ് ക്യാൻഡിൽ അല്ലെങ്കിൽ റെഡ് ടവർ, അതായത് ബിയറിഷ് ഗാമ ബ്ലാസ്റ്റ് പുട്ട് ഓപ്ഷനിൽ വരണം എന്നുള്ളതാണ്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് പുട്ട് ഓപ്ഷനിൽ ഇപ്പോഴും നമുക്ക് ബുൾ ബ്ലാസ്റ്റ് ആണ് കാണാൻ വേണ്ടി പറ്റുന്നത്, കണ്ടില്ലേ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിന് ഇപ്പോഴും ചെറിയൊരു ബിയറിഷ്നെസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം എപ്പോഴാണോ ഇവിടെ നമുക്കൊരു എന്താ പറയുക ഒരു റെഡ് ക്യാൻഡിൽ അല്ലെങ്കിൽ റെഡ് ടവർ കാണാൻ വേണ്ടി പറ്റുക, അവിടെ മുതലാണ് നമുക്ക് നല്ല രീതിയിലൊരു എന്താ പറയുക ബുള്ളിഷ്നെസ് തിരിച്ച് വരാറായിട്ടുണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് പറ്റുക. നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലേക്ക് കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 മിനിറ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ഈ ഒരു ക്യാൻഡിലിൽ നമുക്ക് എന്താ പറയുക പുട്ട് ഓപ്ഷനിൽ ഒരു സെല്ലിംഗ് ഗാമ ബ്ലാസ്റ്റ് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്, വിച്ച് ഈസ് എ ഗുഡ് സൈൻ. ഇത് നമുക്ക് ഇങ്ങോട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അടുത്ത 1-2 ദിവസത്തേക്ക് നമുക്ക് നല്ല രീതിയിലൊരു കോൾ ഓപ്ഷൻ സൈഡിലേക്ക് നല്ലൊരു മൂവ്മെൻറ്റം കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സോ പല കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുമ്പോൾ നല്ല രീതിയിലൊരു ഫെയർ വാല്യൂവിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. കോൾ ഓപ്ഷൻ്റെ ചാർട്ട് നോക്കുമ്പോൾ അവിടെ ഒരു ഗാമ ബ്ലാസ്റ്റ് ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട് 5 മിനിറ്റിൽ. ഇവിടെ നിഫ്റ്റിയുടെ പുട്ട് ഓപ്ഷൻ ചാർട്ട് എടുക്കുന്ന സമയത്ത് അതിലൊരു പുട്ട് ഓപ്ഷൻ്റെ ബിയറിഷ് ചാർട്ട് മീൻസ് ഗാമ ബ്ലാസ്റ്റിന് ഒരു തുടക്കം കുറിച്ചിട്ടുണ്ട്, വിച്ച് മീൻസ് പുട്ട് ഓപ്ഷനിൽ ബിയറിഷ്നെസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് വിൽ ബി ബുള്ളിഷ് എന്നുള്ളതാണ്. അതൊരു ബേസിക് തത്വമാണ്, എല്ലാവർക്കും അറിയാവുന്നത്. അപ്പോൾ അതാണ് നിഫ്റ്റിയെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റോക്കുകളെയാണ്. ഇന്ന് സ്റ്റോക്ക് ഏതൊക്കെയാണ് നമ്മളുടെ ലിസ്റ്റിൽ വന്നിട്ടുള്ള നല്ല സ്റ്റോക്കുകൾ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് മന്ത്ലി ലിസ്റ്റിൽ നമുക്ക് വന്നിട്ടുള്ളത് ന്യൂലാൻഡ് ആണ്. ന്യൂലാൻഡ് മന്ത്ലി ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഏകദേശം നല്ല രീതിയിൽ ഇന്ന് അപ്പർ സർക്യൂട്ട് അടിച്ചിട്ടുള്ളൊരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ ഇന്നലെ പറഞ്ഞിട്ടുള്ള സ്റ്റോക്കായിരുന്നു. മിനിഞ്ഞാന്നാണെന്ന് തോന്നുന്നു. ന്യൂലാൻഡിൻ്റെ ഇത് നമ്മൾ 2 മന്ത് വ്യൂ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫോർച്യുനേറ്റ്ലി നമുക്ക് 2 ദിവസം കൊണ്ട് അതിൻ്റെ ഒരു ടാർഗറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം മാർക്കറ്റ് ബിയറിഷ് ആയ സമയത്ത് പോലും
നമ്മളുടെ കുറേ സ്റ്റോക്കുകൾ നമുക്ക് നല്ല രീതിയിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ കാരണം ഞാൻ ഈ ഒരു മറ്റേ ലിക്വിഡിറ്റി ലെൻസിൻ്റെ കൂടെ ഗാമ ബ്ലാസ്റ്റും കൂടി മിക്സ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അൺഫോർച്യുനേറ്റ്ലി നമുക്ക് ആ 2 ഇൻഡിക്കേറ്ററും കൂടി കമ്പൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് 2 സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ആയിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഓൾറെഡി നമ്മളുടെ സർവീസ് എടുക്കുന്ന ആൾക്കാർക്ക് ഉടൻ തന്നെ അത് പബ്ലിഷ് ചെയ്തതിന് ശേഷം ആക്സസ് കിട്ടുന്നതാണ്. അല്ലാത്തവർക്ക് രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ടാണ് ഇനി നമ്മളൊരു പ്രീമിയം സർവീസ് പോലെ കൊടുക്കുന്നത്. സോ നമ്മുടെ സർവീസ് എടുക്കുന്ന ആളുകൾക്ക് ഈ ഗ്രൂപ്പിലേക്കും ആക്സസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പല തരത്തിലുള്ള ലെൻസുകളുണ്ട്, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇതിപ്പം ലിക്വിഡിറ്റി ലെൻസാണിത്. നമുക്കറിയാം നല്ല രീതിയിൽ ഒരു വാല്യുവേഷനൊക്കെ അറിയുന്ന ആളുകൾക്ക് എവിടെയാണ് ലിക്വിഡിറ്റി കിടക്കുന്നത്, ഫെയർ വാല്യൂ കിടക്കുന്നത് എന്നൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു ടൂളാണ്. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണിത്. നമുക്കറിയാം ഈ ഒരു ഫെയർ വാല്യൂവിൽ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും പോകുന്നുണ്ടല്ലേ. സോ ഇവിടെയായിരുന്നു മുമ്പത്തെ ഫെയർ വാല്യൂ ഈ ഒരു കേസിലുണ്ടായിരുന്നു. സോ അവിടെ ഫെയർ മീൻസ് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും പോകും. അങ്ങനെ ആ ഒരു തരത്തിൽ എപ്പോഴും നല്ല രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു ഇൻഡിക്കേറ്ററാണിത്. ഉണ്ടല്ലേ, ഇവിടെ ഈ ഒരു കേസിലൊക്കെ നമ്മളിത് കണ്ടതാണ്. അപ്പോൾ എപ്പോഴും ഇത് യൂസ് ചെയ്യുന്ന ആളുകൾക്കും അറിയാവുന്നതാണ്. നല്ല രീതിയിൽ എവിടെയാണോ ലിക്വിഡിറ്റി ഉള്ളത്, എവിടെയാണോ ഫെയർ വാല്യൂ ഉള്ളത് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് കാണാവുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. സോ അതും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 15 മിനിറ്റ് ടൈം ഫ്രെയിമാണ് നമ്മൾ കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ആദ്യം തന്നെ ബ്ലാസ്റ്റ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു ബ്ലാസ്റ്റ് ഉണ്ട്, കണ്ടല്ലേ. ഈ ഒരു ബ്ലാസ്റ്റ് നേരത്തെ നമുക്ക് ഇൻഡിക്കേഷൻ കിട്ടും. ഇവിടെ വരെ നമുക്കൊരു ബിയറിഷ് ബ്ലാസ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് ബുള്ളിഷ് ബ്ലാസ്റ്റ് ഇവിടെ വന്നു. അത് പക്ഷേ നമുക്കൊരു ഇത് നമുക്ക് എടുക്കാവുന്നതാണ്. കാരണം ഏറ്റവും ആദ്യം എൻട്രി എടുക്കണമെങ്കിൽ ഇത്തരം ബ്ലാസ്റ്റുകൾ നമ്മൾ പരിഗണിച്ചാൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഈ ഗ്രീൻ എൻട്രി വന്നു കഴിഞ്ഞാലും നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ആ ബ്ലാസ്റ്റിന് ശേഷം നല്ല രീതിയിലൊരു ഫെയർ വാല്യൂ ബ്രേക്ക് വിത്ത് ബൈയിങ് പ്രഷർ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു റിവേഴ്സൽ, അല്ലെങ്കിൽ നല്ല രീതിയിലൊരു എന്താ പറയുക ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടെന്നുള്ളതാണ്. സോ ഈ ഒരു കേസിൽ നമുക്കത് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഈ ഫോക്കസിൽ നോക്കുകയാണെങ്കിൽ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലും ഞാൻ ഈ ഒരു സ്റ്റോക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടല്ലേ, ഇത് ഇവിടുന്ന് ബുൾ ബ്ലാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, ഗാമ ബ്ലാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ എവിടെയാണോ ബ്രേക്ക് ഔട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ അടിവേര് മുതൽ നമുക്ക് മീൻസ് അത് കണ്ടെത്താൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു സംഭവമാണെന്നുള്ളതാണ്. അത് പലതരത്തിൽ നമ്മൾ ട്രയൽ ആൻഡ് എറർ ചെയ്ത് ഏറ്റവും ഇംപ്രവൈസ്ഡ് വേർഷനാണ് നമ്മൾ പബ്ലിഷ് ചെയ്യുള്ളൂ എന്നുള്ളതുകൊണ്ട് ഒരു വീക്ക് കൂടി സമയമെടുക്കും. അതിനുശേഷം ആദ്യം നമ്മളുടെ ഇപ്പോഴത്തെ അറ്റ് പ്രസൻറ്റ് നമ്മളടുത്തുള്ള ഇവർക്കാണ് ഇത് കൊടുക്കുക എന്നുള്ളതാണ്. സോ ഈ ഓപ്ഷനിലാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ എഫിഷ്യൻസി കണ്ടു. അതുപോലെ തന്നെ ഇതിലും ഇതിൻ്റെ ഒരു എഫിഷ്യൻസി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. സോ അടുത്ത വീക്കിലേക്കായിട്ട് നമ്മൾ നോക്കുന്ന കുറച്ച് സ്റ്റോക്കുകളിൽ നമ്മൾ കാണുന്നതാണ് ന്യൂലാൻഡ്, പി ഫോക്കസ്, മാരത്തോൺ, കൺട്രോൾ പി ആർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇവിടുന്നാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെ നമ്മൾ ഗ്രൂപ്പിൽ അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺട്രോൾ പി ആർ ഇവിടെ ഉണ്ട്. യെസ് യെസ് കൺട്രോൾ പി ആർ ഇത് ഏകദേശം ഇത് ടാർഗറ്റ് നാളെ തന്നെ മറ്റന്നാൾ ഹിറ്റ് ആവാൻ സാധ്യതയുണ്ട്. സോ അത്തരത്തിൽ നമ്മൾ ഗാമ ബ്ലാസ്റ്റ് എങ്ങനെ ഞാൻ ആ സമയത്ത് തന്നെ എനിക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളത് എൻ്റെ ഒരു എന്താ പറയുക ഇതാണ്, നമ്മളുടെ അലേർട്ട് സിസ്റ്റം ഞാൻ ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ സമയത്തും ഇപ്പോൾ ഇന്നിപ്പോൾ അദാനി ഗ്രീനിൽ നമുക്കൊരു ബ്ലാസ്റ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ ദിവസവും ഗാമ ബ്ലാസ്റ്റ് വരുമ്പോൾ എനിക്ക് ആ സമയത്ത് അലേർട്ട് വരുന്നതുകൊണ്ട് എനിക്ക് ആ ഗ്രൂപ്പിൽ അപ്പോൾ തന്നെ ഇൻഡിക്കേഷൻസ് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് എന്തിനാ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനും കൂടി അവരുടേതായിട്ടുള്ള രീതിയിൽ അനാലിസിസ് നടത്തിയിട്ട് അത് സെല്ലിംഗ് നടത്താൻ വേണ്ടിയിട്ടാണ്. ദിസ് ഈസ് നോട്ട് എ ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ഫോർ യുവർ ഇൻഫർമേഷൻ. ദിസ് ഈസ് പ്യുവർലി മൈ അനാലിറ്റിക്കൽ skills I am showing based on liquidity analysis that I created and based on the gamma blast analysis that is also created by myself. സോ അത് നിങ്ങൾക്ക് ഹെൽപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യാന്നുള്ളതാണ് ഞാൻ കാണുന്ന ഒരു ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെയാണ് ഞാനിതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തന്നതാണ്. ഓക്കെ, ഇനി വീക്ക്ലി ടൈം ഫ്രെയിമിലാണെങ്കിൽ നമ്മൾ വീക്ക്ലി ബ്രേക്ക് ഔട്ട് നോക്കുകയാണെങ്കിൽ ക്വിപ്പിഡാണ് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. ക്വിപ്പിഡ് നമ്മൾ വളരെ നേരത്തെ ട്രാക്ക് ചെയ്യുന്ന സ്റ്റോക്കാണ്. ഇവിടെ മുതലേ നമ്മൾ ഇതിനെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. കാരണം ആദ്യമേ ഗാമ ബ്ലാസ്റ്റ് നമുക്ക് ഇൻഡിക്കേഷൻ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ക്വിപ്പിഡിൻ്റെ കേസിൽ വളരെ നേരത്തെ വന്നിട്ടുള്ള ഒരു ഗാമ ബ്ലാസ്റ്റ്, ഇവിടെ മുതലേ നമുക്ക് ഗാമ ബ്ലാസ്റ്റ് ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ ഉഷ മാർട്ടിൻ്റെ കേസിലാണെങ്കിലും നേരത്തെ വന്നിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മളുടെ കുറച്ച് സ്റ്റോക്കുകൾ നമ്മുടെ കയ്യിലുള്ളത്, അല്ലെങ്കിൽ നമ്മൾ വാച്ച് ലിസ്റ്റിൽ കൊണ്ട് നടക്കുന്ന സ്റ്റോക്കുകൾ വന്നിട്ടുള്ള ബ്രേക്ക് ഔട്ട്സ് എന്ന് കാണിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നീട് ABDL ഉണ്ട്, ഗോഡ്ഫ്രേ ഫിലിപ്പ് നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ളതാണ്. ഇവിടെ മുതലേ നമുക്കൊരു ബുള്ളിഷ് ബ്ലാസ്റ്റ് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ പിന്നെ ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചേഴ്സിൽ ഐഡിയ ആണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത്. പിന്നെ പിറമൽ എൻ്റർപ്രൈസ് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇവിടുന്ന് ബ്ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, അതിനുശേഷം അക്യുമുലേറ്റ് ചെയ്തു. പിന്നീടാണ് ഇപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു ബ്ലാസ്റ്റ് വന്നതിന് ശേഷം ഞാൻ നോക്കാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ഒരു പ്രൈസ് കോൺട്രാക്ഷൻ അല്ലെങ്കിൽ
RSI കോൺട്രാക്ഷൻ എന്നൊക്കെ പറയും. അപ്പം മൊമെൻറ്റം നമ്മൾ നോക്കുമ്പോൾ വിക്സും മൊമെൻറ്റം കൂടി കൊറിലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വിക്സും അതിനെ എടുക്കുന്നുണ്ട്. ഇന്ത്യ വിക്സിൻ്റെ ഒരു സംഗതി കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിനിവിടെ കോറിലേഷൻ അനാലിസിസ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതും നമ്മൾ ഡെവലപ്പ് ചെയ്താണ്. വോളിയം നമ്മൾ ഇടയ്ക്കെടുത്ത് നോക്കാറുണ്ട്. സോ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നല്ല രീതിയിലൊരു കോൺട്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. കോൺട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ചെറിയ നമ്മൾ ECGയിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു സ്പൈക്ക് എന്ന് പറയുന്നതൊക്കെ ബ്ലാസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആ ബ്ലാസ്റ്റ് എപ്പോഴാണോ അതിലൊരു ബുള്ളിഷ് ബ്ലാസ്റ്റ്, അതായത് ഈ ടവർ ക്രിയേറ്റ് ചെയ്യാതെ ഒരു ബുള്ളിഷ് ബ്ലാസ്റ്റ് ആദ്യം ടേക്ക് ഔട്ട് ചെയ്യുന്നത്, അവിടെ മുതലേ നമുക്ക് ബ്രേക്ക് ഔട്ടിൻ്റെ അല്ലെങ്കിൽ വോളിയത്തിൻ്റെ അതിപ്രസരം കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. സോ അവിടുന്ന് എടുക്കുന്നവർക്ക് ഏറ്റവും ബോട്ടം പിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഇത് നമ്മൾ ബൈക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യും. സെല്ലിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ, അല്ലെങ്കിൽ സെല്ല് ചെയ്യാൻ വേണ്ടി ടാർഗറ്റിനെ എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഫിബനാച്ചിയുടെ ടാർഗറ്റ്സ് തന്നെയാണ്. കാരണം അത്രത്തോളം എഫിഷ്യൻസി ഉള്ള വേറൊരു ടൂള് എൻ്റെ ഒരു അനാലിസിസിൽ ഞാൻ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഫിബനാച്ചി എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, BSCയിൽ നല്ല രീതിയിലൊരു റിവേഴ്സൽ വരുന്നുണ്ടോയെന്ന് നമുക്ക് പറയാറായിട്ടില്ല. കാരണം BSCയിൽ ആദ്യമേ നമുക്ക് ബിയറിഷ് ഗാമ ബ്ലാസ്റ്റ് ഇവിടുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അത് ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷമാണ് നല്ല രീതിയിലൊരു ഫോൾ വന്നിട്ടുള്ളത്. ഇപ്പോഴും ബുള്ളിഷ് ബ്ലാസ്റ്റ് ക്രിയേറ്റ് ആയിട്ടില്ല. മേ ബി ഇൻ 5 minutes ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ്. യെസ്, 5 minutesൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഇത് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് BSCയിൽ വേണമെങ്കിൽ നാളെ മറ്റന്നാൾ ഒരു മൂവ്മെൻറ്റ് കാണാൻ വേണ്ടി പറ്റുന്നതാണ്, ഇവിടുത്തെ ഈ ഒരു ഹൈ. സോ നമുക്കറിയാം ഫ്രഷ് ആയിട്ട് ഗാമ ബ്ലാസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഏരിയ വളരെ പ്രാധാന്യം നിറഞ്ഞതാണ്. കാരണം ഇൻ കേസ് ഈ ഒരു ക്യാൻഡിലിനെ ബിയേഴ്സ് ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ബുള്ളിഷ്നെസ് ആൾസോ ദിസ് ബിയറിഷ്നെസ് വിൽ ബി കണ്ടിന്യൂയിങ്. സോ ഇതൊരു ഭയങ്കര ഒരു സോണാണ്. അപ്പോൾ ഇത് ഈ ഒരു രണ്ട് ഏരിയ, അതായത് ഈ 2471 എന്ന് പറയുന്നതും 2357 എന്ന് പറയുന്ന ഏരിയയിൽ ആരാണ് വിജയിക്കുന്നത് അവിടേക്കായിരിക്കും മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. നിഫ്റ്റി 50യിൽ വന്നിട്ടുള്ളത് പിന്നീട് ഒല ഇലക്ട്രിക് വന്നിട്ടുണ്ട്. ഒല ഇലക്ട്രിക് ഇവിടുന്ന് നമുക്ക് ബ്ലാസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒല ഇലക്ട്രിക് നമുക്കൊരു പെന്നി സ്റ്റോക്ക് ആയതുകൊണ്ട് ഞാൻ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാറില്ല. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് മെമ്പേഴ്സിന് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 100 റുപ്പീസിൻ്റെ താഴെ ഉള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഐ വിൽ ഡു ദാറ്റ്. ഓക്കെ, JP പവറിൻ്റെ കേസിലാണെങ്കിലും അത് തന്നെയാണ്. കാരണം പെന്നി സ്റ്റോക്കാണ്, അല്ലെങ്കിൽ 100 റുപ്പീസിൻ്റെ താഴെയുള്ള സ്റ്റോക്കാണ്. വളരെ നേരത്തെ നമുക്കിതിൽ ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് എന്താ പറയുക, 15 മിനിറ്റ് ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഗാമ ബ്ലാസ്റ്റ്. അതിനുശേഷമാണ് നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു മൊമെൻറ്റം കാണാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളതാണ്. ആനന്ദ്രതി ആയിക്കോട്ടെ, ഇവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോൺട്രാക്ഷൻ, അതായത് RSI കോൺട്രാക്ഷൻ ഇവിടെ സംഭവിച്ചു, ഇവിടെ സംഭവിച്ചു, ഇവിടെ സംഭവിച്ചു, കണ്ടല്ലേ. ഈ ഒരു കോൺട്രാക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കോൺട്രാക്ഷന് ടേക്ക് ഔട്ട് ചെയ്ത ഈ ഒരു ക്യാൻഡിൽ മുതലേ ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്. വിച്ച് മീൻസ് ഈ ഒരു ഗ്യാപ്പ് അപ്പ് അടക്കം നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നമുക്ക് പിടിക്കാൻ പറ്റുന്നതായിരുന്നു എന്നുള്ളതാണ്. സോ ലിക്വിഡിറ്റിയുടെ കൂടെ, അതായത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗാമ ബ്ലാസ്റ്റ് ഇൻഡിക്കേറ്റർ വന്നതിന് ശേഷം ലിക്വിഡിറ്റിയിൽ ഒരു ഫെയർ വാല്യൂ ബ്രേക്ക് കൂടി കാണാൻ വേണ്ടി പറ്റണം. അപ്പോഴാണ് നമുക്കതിന് ഒരു നല്ല രീതിയിൽ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടല്ലേ, ഒരു ബൈ സിഗ്നലും വന്നിട്ടുണ്ട്, ഒരു ഫെയർ വാല്യൂ ബ്രേക്കും വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ഈ ഗാമ ബ്ലാസ്റ്റിന് ശേഷം ഇവിടെ ഒരു ഫെയർ വാല്യൂ വന്നിട്ടുണ്ട്, ബൈ സിഗ്നലും വന്നിട്ടുണ്ട്. സോ അവിടെ നിന്ന് തന്നെ നമുക്ക് ഈ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന നമ്മളുടെ പ്രീമിയം മെമ്പേഴ്സിന് ഇത്തരത്തിൽ അവരുടേതായിട്ടുള്ള അനാലിസിസും ചെയ്തിട്ട് നല്ല രീതിയിൽ ട്രേഡ് എടുത്ത് പോകാൻ പറ്റുന്നതാണെന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല നല്ല സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്, നമുക്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മൾ. കാരണം ഈ വാച്ച് ലിസ്റ്റുകളൊക്കെ നമ്മളുടെ പ്രീമിയം മെമ്പേഴ്സിന് കൊടുക്കുന്നുണ്ട്. സോ ഇഫ് യു വാണ്ട് any of the premium services you can contact me, like the Gamma Blast indicator. കാരണം നിഫ്റ്റിയിൽ ഞാൻ സ്ഥിരമായിട്ട് അത് ഇപ്പം നോക്കുന്നുണ്ട്. ഞാൻ അധികം വലിയൊരു ഓപ്ഷൻ പ്രേമി അല്ലാത്തതുകൊണ്ടും സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടും ഞാനത് അധികം ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓപ്ഷനിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ 30 സെക്കൻഡ് എന്ന് പറയുന്ന ഒരു ടൈം ഫ്രെയിമിൽ വളരെയധികം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അതായത് സ്കാൽപ്പേഴ്സിന് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, അതിപ്പം നമുക്കറിയാം മാർക്കറ്റ് തുറക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഓപ്പണിംഗ് സമയത്ത് തന്നെ അന്നേ ദിവസം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ബ്ലാസ്റ്റ് വെച്ചിട്ട് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇവിടുന്ന് തന്നെ നമുക്ക് ബിയറിഷ് ബ്ലാസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ശേഷം ചെറിയൊരു ബുള്ളിഷ് ബ്ലാസ്റ്റ് വന്നു, ആൻഡ് ദെൻ ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ്. സോ അത്തരത്തിൽ നമുക്ക് എവിടെ നിന്നൊക്കെ എടുക്കാൻ വേണ്ടി പറ്റുമോ, സ്കാൽപ്പിങ്ങിന് എടുക്കാൻ വേണ്ടി പറ്റുമോ, അവിടെ നിന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ എടുക്കാവുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് എന്നുള്ളതാണ്. സോ അത്തരത്തിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. സോ you can contact me if you're interested, and I'll see you in the next video. Bye bye.